ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. കുളിച്ചിട്ട് വന്നപ്പോൾ ഇപ്പോൾ വെയിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. 12:40 എക്സാമിന് പോകാൻ ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള കുട്ടിയായിട്ടുണ്ട്. കറക്റ്റ് 1:40 എക്സാമിന് 12 കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് ആക്ച്വലി ടെൻഷൻ കയറിയിട്ടാണ്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ ഇന്നത്തെ ഓറൽ എക്സാമിനേഷൻ. അപ്പോൾ 12:40 തൊട്ടൊരു 1:40 തൊട്ടൊരു 2 മണി 2:10 വരെയൊക്കെ ഡിസ്കഷൻ പോകത്തുള്ളൂ. അപ്പോൾ എനിക്കിനൊന്നും പഠിക്കാനില്ല. ഞാൻ നോക്കിയിട്ട് റിവൈസ് ചെയ്ത് ഞാൻ ഉള്ളത് കൂടെ മറന്നു പോകുന്നു വന്നപ്പോൾ ഞാനത് നിർത്തി. ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുക. ചിലപ്പോൾ ഞാൻ നേരത്തെ പോകും, 1:40 മുന്നേ ഞാൻ പോകും. എൻ്റെ ടെൻഷൻ പോലെ ഇരിക്കും. വയറ്റിൽ നിന്നൊക്കെ ഗുളികൾ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, ഇത് വന്നിട്ട് 2 പ്രൊഫസേഴ്സിൻ്റെ ഇമ്മ്യൂണോളജിയുടെ എക്സാമാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ജനറൽ ഇമ്മ്യൂണോളജി, നെക്സ്റ്റ് ആൾ വന്നിട്ട് ട്യൂമർ ഇമ്മ്യൂണോളജി. പക്ഷേ ഇവർ രണ്ടും ഇങ്ങനെ അടുത്തടുത്തായിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ അടുത്ത് മണ്ടത്തരം പറഞ്ഞാൽ അടുത്ത ആൾക്കത് മനസ്സിലാവും, ഇവിടെ മണ്ടത്തരം പറഞ്ഞാൽ അപ്പുറത്ത് മനസ്സിലാവും. അതാണൊരു വിഷയം. ഇവർ വെവ്വേറെ ക്ലാസ്സിലായിരുന്നു കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ മണ്ടത്തരം ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിങ്ങനെ പോവാ. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നടന്നു പോയ വഴിക്ക് ഞാൻ പഠിച്ച സാധനം ഫോളോസിന് ഞാൻ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. സോ ജസ്റ്റ് ChatGPT. ഇതൊരു പ്രത്യേക തരത്തിലുള്ള അസുഖമാണ്. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എതിലെങ്കിലും നടന്നു പോകുമ്പോൾ ലോകത്തില്ലാത്തൊരു ചോദ്യം ഇങ്ങനെ തലയിലുദിക്കും. അതിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വഴി നമ്മൾ ഇടയ്ക്കാണെങ്കിൽ തപ്പിയെടുക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നോട്ട്സിൽ എവിടെയെങ്കിലും ചിലപ്പോൾ കാണും, ഇല്ലേ കാണത്തില്ല. ഇതെന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തപ്പിയെടുക്കാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ChatGPT അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടുഡേ ഈസ് മൈ ഇമ്മ്യൂണോളജി എക്സാം, എൻ്റെ Day 2 എക്സാം. അങ്ങനെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ എക്സാമിന് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പോട്ടേ ഇരിക്കുന്നതാണ്. സാധാരണ എക്സാം സമയമാകുമ്പോൾ പോകുന്ന ഞാനാണ്. ഇന്നെന്തായാലും കുറച്ച് നേരെ പോയേക്കാന്ന് ഓർത്തു, കാരണം ടെൻഷൻ കാരണം. അങ്ങനെ മാതാവിനെയും പരിവാരങ്ങളെയും കൂട്ടുപിടിച്ച് പോകാനാണ് ഇന്നത്തെ തീരുമാനം. നട്ടുച്ചയ്ക്ക് വിളക്ക് കത്തിക്കൽ ഈസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയണേ, നമ്മൾ ചെയ്യാത്ത പരിപാടിയല്ല, എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. വാങ്ങിയ ബുക്ക് റിട്ടേൺ ചെയ്യാൻ ലൈബ്രറി പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ചോക്ലേറ്റ്സ്. എക്സാം മൂഡ് സെറ്റാക്കാൻ വേണ്ടി അവരോട് വെച്ച് തന്നു. പക്ഷെ എന്തായാലും ഇന്നത്തെ എൻ്റെ മൂഡ് അത്ര ശരിയല്ല. കഴിഞ്ഞു, ഇന്നത്തെ എക്സാം കഴിഞ്ഞു. ജയിച്ചോന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു എല്ലാവരോടും കൂടെ ഒരുമിച്ച് പറയാമെന്ന്. ഇനി ആ ടെൻഷനും കൊണ്ടിരിക്കണം ജൂൺ 30 വരെ. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ. കുറേ നേരം അതൊക്കെ ഇങ്ങനെ ഓർത്തോർത്തിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് കുറച്ച് നേരം ചുമ്മാ പുറത്തു പോയിരിക്കാമെന്ന് ഓർത്തു. ഒരു ഫ്രെഡിനെയും കുട്ടി അങ്ങനെ ഞങ്ങളൊരു പാർക്കിൽ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ പാർക്കിന് എത്തുന്നതിനപ്പുറം കിട്ടിയൊരു ബെഞ്ചിലിരുന്നു കുറച്ച് നേരം ഞങ്ങളിങ്ങനെ